ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ കാനഡയിലെ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ ഉന്നത ഉദ്യോഗസ്ഥരെയോ ബന്ധിപ്പിക്കുന്നതിനുള്ള തെളിവുകളില്ലെന്ന് കനേഡിയൻ സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നിജാറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയതെന്ന് ഒരു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് കനേഡിയൻ പത്രത്തിൽ വന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിശദീകരണം. ഈ ഗൂഢാലോചനയെക്കുറിച്ച് മോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ അറിയിച്ചെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി മോദിക്കെതിരായ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ കനേഡിയൻ സർക്കാരിന്റെ കൈവശം തെളിവുകളൊന്നുമില്ലെന്ന് അതേ റിപ്പോർട്ടിൽ തന്നെ സമ്മതിച്ചിരുന്നു. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനവുമായി പ്രധാനമന്ത്രി മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ NSA ഡോവലിനെയോ ബന്ധിപ്പിക്കുന്നതിനായി കാനഡ സർക്കാർ പ്രസ്താവിച്ചിട്ടില്ല. തെളിവുകൾ സംബന്ധിച്ച് അറിവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറിച്ചുള്ള ഏത് നിർദ്ദേശവും ഊഹങ്ങളും കൃത്യമല്ലാത്തതാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കനേഡിയൻ ദിനപത്രത്തിന്റെ റിപ്പോർട്ട് പരിഹാസ്യമാണെന്ന് ഇന്ത്യ രോഷത്തോടെ നിരസിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കാനഡ തന്നെ വ്യക്തത വരുത്തുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ വർഷം നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആദ്യം ആരോപിച്ചതു മുതൽ മരവിച്ച നയതന്ത്ര ബന്ധങ്ങൾക്ക് ഇത് ദോഷകരമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാറില്ല. എന്നിരുന്നാലും ഒരു കനേഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തോട് നടത്തിയ ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് MEA വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ ഇതിനകം തന്നെ വഷളായ ബന്ധങ്ങളെ കൂടുതൽ നശിപ്പിക്കുകയുള്ളൂവെന്ന് രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മോദി, എസ് ജയശങ്കർ, ഡോവൽ എന്നിവർക്കെതിരെ നേരിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായാണ്. ഇതോടെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മുൻകാല ആരോപണങ്ങളെ തുടർന്നുള്ള വിവാദം കൂടുതൽ ശക്തമായി. കഴിഞ്ഞ വർഷം നിജാറിന്റെ കൊലപാതകവുമായി ഇന്ത്യൻ സർക്കാർ ഏജന്റുമാരെ ബന്ധിപ്പിക്കുന്ന വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടെന്ന് ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മോശമായിരുന്നു. ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഇത് തള്ളി. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.